ആദ്യമായി തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നതിന് അമ്മയ്ക്കും ദ്വികുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ തൃശ്ശൂർ കൊടകരയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ B2 ജർമ്മൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബറിനായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ 3 വർഷം എക്സാം എഴുതിയിരുന്നെങ്കിലും അത് പാസ്സായിരുന്നില്ല. അത് ലാസ്റ്റ് എക്സാം എഴുതിയ സമയത്ത് എൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് എക്സാം എഴുതാൻ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്താലും അത് ചെയ്യാൻ പറ്റുമോ, പള്ളി പോകാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു നിന്നിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയോ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് മുന്നേ ഞാൻ എക്സാം ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പള്ളി പോകാൻ തുടങ്ങി, അങ്ങനെ ഇതായി. പിന്നെ അത് പക്ഷെ ആ ഡേറ്റ് എടുത്ത എക്സാം ആയാലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലും എനിക്ക് പറ്റിയില്ല. പക്ഷെ ആ പ്രാവശ്യം തന്നെ ആ എക്സാം എഴുതിയ എല്ലാ പിള്ളേരെയും അവിടെ തോൽപ്പിച്ചായിരുന്നു. ഞാൻ പിന്നെ അതിനിടയിൽ അത് കഴിഞ്ഞ് വേറൊരു എക്സാം ഡേറ്റ് എടുത്തു തൃച്ചിയിൽ ജനുവരിയിൽ. ആ എക്സാം കിട്ടിയില്ലെങ്കിൽ ജർമ്മൻ നിർത്താമെന്ന് വിചാരിച്ചായിരുന്നു എടുത്തേ. അപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞു, ഈ എക്സാം എനിക്കുള്ളതാണെങ്കിൽ തരണം, ഇല്ലെങ്കിൽ ഞാൻ ജർമ്മൻ നിർത്തും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എക്സാം എഴുതാൻ പോയി. റിസൾട്ട് വന്നു, എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഡേറ്റ് എടുത്തു, ആ എക്സാമും പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പതിയെ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എഴുതിയ എക്സാമൊന്നും അങ്ങനെ പാസ്സായിരുന്നില്ല, പ്രാർത്ഥന ഇല്ലാണ്ടായി, അങ്ങനെയായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എക്സാം എടുക്കണതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒന്നും കൂടി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് എക്സാമിന് ഡേറ്റ് എടുത്തു. ഞാൻ ആ സമയത്ത് എക്സാം എഴുതി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു അടയാളം കാണിച്ചു തരാനായിട്ട്, ഒന്നില്ലെങ്കിൽ 6 എന്നുള്ളൊരു നമ്പർ വെച്ച് വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പച്ച കളർ ഡ്രസ്സ്, അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ആ എക്സാമിന് ഞാൻ 2 മൊഡ്യൂൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പീക്കിംഗ് പഠിച്ചിട്ട് പോയി, റൈറ്റിംഗ് പഠിക്കാണ്ട് പോയി. ഏതെങ്കിലും ഒരെണ്ണം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പോയി. ഞാൻ എന്നിട്ട് റിസൾട്ട് വരുന്നതിന് മുന്നേ വരെ ഹാൾ ടിക്കറ്റിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ കൃപാസനം പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. എക്സാം ഒരെണ്ണം ഞാൻ പാസ്സായി, പഠിച്ച സ്പീക്കിംഗ് പാസ്സായില്ല, അല്ലാത്ത എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡൽഹിയിൽ വീണ്ടും ഡേറ്റ് എടുത്തു. അങ്ങനെ ആ എക്സാമും പാസ്സായി. 4 മൊഡ്യൂളും ഞാൻ 2026 ജനുവരിയോട് കൂടി പാസ്സായി. പിന്നെ ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഓസ്ട്രിയ അല്ലെങ്കിൽ ജർമ്മനി കിട്ടണം എന്നായിരുന്നു. ഓസ്ട്രിയ ആയിരുന്നു കുറച്ചും കൂടി പ്രോസസ്സിങ്ങിന് നോക്കിയിട്ടുണ്ടായിരുന്നേ, BSc നഴ്സിങ്ങിന്. അപ്പോൾ ഇവിടെ അച്ഛനോട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഓസ്ട്രിയ പറഞ്ഞെങ്കിലും തടസ്സമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കുള്ളതാണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ അവർ ഓസ്ട്രിയയുടെ പ്രോസസ്സിങ്ങിന് അവർ പുതിയ അപ്ഡേറ്റ് ഇറക്കി. അപ്പോൾ ആ ഓസ്ട്രിയ ഞാൻ പിന്നെ പ്രോസസ്സിങ് ചെയ്യാതെ ജർമ്മനി തന്നെ കൊടുത്തു. അത് നല്ല എനിക്ക് ഇൻ്റർവ്യൂ പേടിയായിരുന്നു എക്സാമിനേക്കാളും. ഞാൻ അപ്പോൾ മാതാവിനോട് ഇൻ്റർവ്യൂ ഇല്ലാത്തൊരു ഏജൻസി തരണം, അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു ഏജൻസി തന്നു. എൻ്റെ അവിടെ തന്നെ ഉള്ളൊരു ചേട്ടൻ നടത്തുന്ന ഏജൻസി ആയിരുന്നു. പ്രോസസ്സിങ്ങിന് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അതേപോലെ എൻ്റെ എല്ലാം ഒരു തടസ്സമില്ലാണ്ട് എല്ലാം സെറ്റായി പോന്നു. പിന്നെ വിസയ്ക്ക് വെച്ചപ്പോഴായാലും ഞാൻ പാസ്പോർട്ടിൽ തൈലം ഇതാക്കിയിട്ടൊക്കെ ആയിരുന്നു വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിസ ഇത്തിരി നേരം വൈകിയിരുന്നു. ഞാൻ വിസ വരുന്നതിന് തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ വിസ വരണേ എന്നുള്ളത്. എൻ്റെ കൂടെയുള്ളവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ വിസ ഡിസ്പാച്ചായി എന്ന് പറഞ്ഞ് മെയിൽ വന്നു. അങ്ങനെ വിസയും കിട്ടി. പിന്നെ ടിക്കറ്റ് എടുത്ത് ഓഗസ്റ്റ് 27 തീയതി ജർമ്മനിക്ക് പോകാൻ പോകുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തത്, ഞാൻ എൻ്റെ അവിടെ ചാലക്കുടിയിലുള്ളൊരു ഡിസബിലിറ്റി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ പാവപ്പെട്ടവർക്ക് പറ്റാവുന്ന വിധത്തിൽ പൈസ കൊടുത്തിരുന്നു. പിന്നെ പൊതിച്ചോറ് വിതരണം ചെയ്തിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്, ഇവിടുന്ന് കിട്ടുന്ന പേപ്പറുകൾ കടകളിലും കാണുന്ന ആൾക്കാർക്കും പള്ളിയിലും ഒക്കെ കൊടുത്തിരുന്നു, എക്സാം സെൻറ്ററിലും കൊടുത്തിരുന്നു.
പിന്നെ ആത്മീയ വളർച്ചയായിട്ട് ഞാൻ ആദ്യം പള്ളിയിൽ പോയിരുന്നെങ്കിലും അങ്ങനെ കാര്യമായിട്ടൊന്നും പള്ളിയിൽ പോയിരുന്നില്ല. ഇടയ്ക്കൊക്കെ മുടങ്ങി അങ്ങനെയൊക്കെ പോയിരുന്നു. ഞായറാഴ്ചകളിലും കുർബാന മുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞായറാഴ്ചകളിലും കുർബാനയും ദിവസവും പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോയി തുടങ്ങിയിരുന്നു. പിന്നെ എന്ത് തീരുമാനം എടുക്കണേ മുന്നും ബൈബിള് വായിച്ചും അതേപോലെ വചനം നോക്കിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എവിടെ പോകുമ്പോഴും കാശുരൂപം ധരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. അത് തൈലം ഉപയോഗിച്ചും പിന്നെ അതേപോലെ തന്നെ കുളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. കുളി കഴിയുമ്പോൾ അത് വെള്ളത്തിൽ കൃപാസനത്തിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ അതും മാറിയിരുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ഇതാ, ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഏഞ്ചൽ കൊടകര തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. താൻ ജർമ്മൻ പാസ്സാകുവാനും അത് പകുതി വഴിയിൽ വെച്ച് നിൽക്കുമ്പോഴാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരിക ചെയ്യുന്നത്. പലപ്പോഴും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോഴും തനിക്ക് ആ എക്സാം പാസ്സാകുവാനായിട്ട് സാധിക്കുക ചെയ്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പലതവണ അത് ഫെയിലായെങ്കിലും ഉടമ്പടിക്ക് ശേഷം അത് പൂർണ്ണമായിട്ടും പാസ്സാകൊണ്ടൊക്കെ സാധിക്കുക ചെയ്തു. എന്നാൽ വീണ്ടും അതിൻ്റെ അടുത്ത കടമ്പയിലേക്ക് പോകുമ്പോഴും ഇമ്മയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ഉടമ്പടിയിൽ പോരായ്മകൾ വരുത്തുവാനായിട്ട് തുടങ്ങി. പക്ഷേ എന്നാലും ഉടമ്പടി വീണ്ടും അത് പുതുക്കി കഴിയുമ്പോഴും മുമ്പോട്ട് പോകുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ വീണ്ടും എവിടെയെല്ലാമാണോ തനിക്ക് തടസ്സങ്ങളുണ്ടായത് ആ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും, കാരണം റൈറ്റിങ്ങിൽ ഇൻ്റർവ്യൂ പലപ്പോഴും പേടിയുള്ള കാര്യമായതുകൊണ്ട് തന്നെ റൈറ്റിംഗ് എപ്പോഴും ഒരു പേടിയില്ലാത്തതായിരുന്നു. എന്നാൽ ഇൻ്റർവ്യൂ പോകുമ്പോഴത്തേക്കും ഇൻ്റർവ്യൂ ലെവൽ ഭയമുണ്ടായിരുന്നെങ്കിലും അത് ഉടമ്പടി നിറച്ച വസ്തുക്കളോടെയാണെങ്കിലും പലപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ധൈര്യം തരണമെന്ന പ്രാർത്ഥന അത് പൂർണ്ണമായിട്ടും ഈ മകൾക്ക് അനുഗ്രഹമായിട്ട് മാറുകയും തനിക്ക് ജർമ്മനിലേക്ക് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നടത്തി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തനിക്കുണ്ടായിരുന്ന ഡസ്റ്റ് അലർജി ആണെങ്കിലും മറ്റ് അസ്വസ്ഥതകളും അത് പൂർണ്ണമായിട്ടും ഉടമ്പടി നിറച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടു കൂടി വിശ്വാസത്തോടുള്ള തൻ്റെ പ്രാർത്ഥനയോടുകൂടി അത് പൂർണ്ണമായിട്ടും രോഗസൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ യാത്രയിൽ ജീവിത നിയമങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് പരിശുദ്ധ അമ്മ ഇനിയും നമ്മളെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.